ലൈവിൽ അക്ബർ ഒറ്റപ്പെട്ട് നിൽക്കുന്നുള്ള ചർച്ചയാണ് തുടങ്ങിയത്. പിന്നെ അവർ അക്ബർ കുളിക്കാനങ്ങ് പോയി അക്ബറിനെ അങ്ങ് വിട്ടവർ. അക്ബർ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ അക്ബറിനോട് മിണ്ടാനെന്ന് നിവിൻ പറയുന്നു. അപ്പം ആദില പറയുന്ന അക്ബർ ആ ക്യാമറ നോക്കി പാടുന്ന കേട്ട് ഞാൻ വിചാരിച്ചു പടച്ചോന് ഇയാൾക്ക് ഇത് എന്ത് പറ്റിയെന്ന്. ആദില പറയാണ്, പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ചിരിക്കുകയാണ്. അപ്പോഴാണ് അനുമോള് പറഞ്ഞത് അക്ബറിന് സാബുമോൻ ഉണ്ടെന്ന് അനുമോള് പറയുന്നത്. ഉടനെ സാബുമോൻ വലിയൊരു ഡയലോഗ് പറഞ്ഞു, ഞാൻ പള്ളിയിൽ വെച്ചല്ലേ ഞാൻ സംസാരിക്കും, എല്ലാവരോടും സംസാരിക്കുമെന്ന്. നിവിൻ പറഞ്ഞ് ഇവൻ നാരായണ നാരായണ ഇങ്ങനെ പറഞ്ഞു. അനുമോള് പറഞ്ഞു സത്യം സത്യോടാ, ഇവൻ നാരദനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്ന് അനുമോള് പറയുന്നത്. അപ്പം നിവിൻ പറയാം, അതെ എനിക്ക് നോമിനേഷനിൽ പറയാൻ വെച്ചിരുന്ന സംഭവമാണ്. ഇവനെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാം, എന്നോട് അക്ബറിനോട് പറയാം ഇവിടെ ഒരു വലിയ ഗ്രൂപ്പുണ്ട് അത് തകർക്കണമെന്ന്, എനിക്ക് എത്രയും പെട്ടെന്ന് തകർക്കണമെന്ന്. അപ്പം സാഹുമൻ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ നിവിൻ പറഞ്ഞു, നീ അത് പറഞ്ഞോ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല നിങ്ങളൊരു വലിയ ഗ്യാങ് ആണെന്ന്, ഞാൻ അതാണ് ഇവനോട് പറഞ്ഞത്. അല്ല എനിക്ക് ആ ഗ്യാങ് തകർക്കണമെന്നാണ് നീ ഞങ്ങളോട് വന്ന് പറഞ്ഞത്. ഉടനെ സാബുമൻ പറയാം, ഞാനൊരു കാര്യം പറയട്ടെ, തകർക്കാവുന്ന ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരിക്കലും ഇല്ലെന്ന് നിവിൻ പറയുന്നു. അനുമോള് പറയുന്നത് നിന്നെ പള്ളിയിൽ വെച്ച് മാറ്റിയിട്ട് നാരദനാക്കി നിൻ്റെ പേരെന്ന്. ഞാൻ പറയാം, ഞാൻ കള്ളം പറയും, പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ കള്ളം പറത്തില്ല. എൻ്റെ മൈക്കിനൊരു ഉമ്മയും കൊടുക്കുന്നു. സത്യം ദാ ഈ ഫ്ലോറാണ്, ഗ്രാൻഡ് ഫിനാലെ ആണ് സത്യം ഇവൻ പറഞ്ഞതാണ്. ഇത് മാത്രമല്ല, ഇവൻ അനീഷേട്ടനെ ഭയങ്കരമായിട്ട് കുറ്റം പറയാറുണ്ട്. അവൻ പറയാം, എനിക്ക് പറയാനുണ്ട് നീ തകർക്കാൻ തന്നെയാണ് പറഞ്ഞതെന്ന് നിവിൻ ഇടയ്ക്ക് കയറി പറയുന്നത്. പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവിടെ ഒരു ഗ്രൂപ്പ് പൊട്ടി പാളീസായി, പക്ഷേ ആ ഗ്രൂപ്പിലൂടെ ഇവിടെ ഒരു പുതിയ വൻ ഗ്യാങ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. തകർക്കണമെന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെയും പറയാം, എൻ്റെ ഫൈനൽ 5 ആണ്, ഗ്രാൻഡ് ഫിനാലെ ആണ് സത്യം, എൻ്റെ തലയാണ് സത്യം, ഞാൻ ഇവൻ പറഞ്ഞതാണെന്ന്. തകർക്കുക എന്നുള്ളൊരു വേർഡ് പറഞ്ഞത് തന്നെയാണ്. എൻ്റെ സുംബയാണ് സത്യം, ഇവൻ പറഞ്ഞതാണ്. എൻ്റെ പേര് നാരദനാക്കിയിടാം, നാരദനെന്ന് പറയുന്നു. അനുമോള് പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നീ നാരദൻ്റെ സ്വഭാവം കാണിക്കുന്നതെന്ന്. പിന്നെ സാബുമോൻ കൈ രണ്ടും മേലോട്ട് പൊക്കിയിട്ട് നാരായണ നാരായണ എന്ന് പറയുന്നു. നീ ഇവിടെ കേട്ടിട്ട് അപ്പുറത്ത് പോയി പറയാറുണ്ട്, ഇതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്ന് അനുമോള് പറയുന്നു. ഇവൻ അനീഷേട്ടനെ കുറിച്ച് പറയാറുണ്ട്. ചേട്ടനെ കുറിച്ച് ഇവൻ കുറേ കുറ്റം പറഞ്ഞെന്ന് നിവിൻ പറയുമ്പം അനീഷേട്ടനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അനീഷേട്ടനെ കുറിച്ച് മാത്രമേ ഞാൻ കുറ്റം പറഞ്ഞിട്ടുള്ളൂ സാബുമോൻ പറയുന്നു. അപ്പം തന്നെ അനുമോൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ലാലേട്ടൻ്റെ മുമ്പിൽ സാബുമോൻ അനുകരിക്കുന്നതിനൊക്കെ എൻ്റെ ലാലേട്ട ഭയങ്കര ചിരിച്ചുകൊണ്ട് അനുമോൾ അത് അനുകരിച്ച് കാണിക്കുകയാണ്. നിവിൻ പറയാം, സത്യമാണ്, എൻ്റെ ഉപ്പുമാവാണ് സത്യം. ഇവരുടെ സംസാരങ്ങളൊക്കെ കേട്ടുകൊണ്ട് അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അന്നേരം പിന്നെ അക്ബർ കുളിച്ചിട്ട് ഇറങ്ങുന്നു. അക്ബറിനോട് വിളിച്ച് പറയുന്നു, അക്ബറെ ഇവൻ നമ്മളോട് ഒരു ദിവസം പറഞ്ഞില്ലേ ഇവിടെ ഒരു വലിയ ഗ്യാങ് ഉണ്ട് അത് നമുക്ക് തകർക്കണമെന്ന്. അപ്പോൾ സാബുമോൻ പറയുന്ന തകർക്കണമെന്നാണോ അക്ബറെ പറഞ്ഞത്? തകർക്കണമെന്നല്ലേ അക്ബറെ പറഞ്ഞതെന്ന് നിവിൻ വീണ്ടും ചോദിക്കുന്ന. അക്ബർ തല ഉലുക്കുന്നു. നീ ഉപയോഗിച്ചെന്ന് പറഞ്ഞ് നിവിൻ അങ്ങ് തർക്കിക്കുകയാണ്. അക്ബർ ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിവിൻ ഇരുന്നിടത്തുനിന്ന് അങ്ങ് എഴുന്നേറ്റ് നിവിൻ്റെ ഞാൻ ഞാൻ നോമിനേഷനിൽ പറയാനിരുന്ന തന്നെയാണ് ഈ കാര്യം, ഞാൻ പറഞ്ഞ് നിന്നെ നോമിനേറ്റ് ചെയ്യാനിരുന്നതാണെന്ന് നിവിൻ എഴുന്നേറ്റ് നിന്നങ്ങ് പറയണം. അത് ആ ബോഡി ലാംഗ്വേജും എല്ലാം കൂടെ ഭയങ്കര രസമുണ്ട് കേട്ടോ. എടാ നാരദമുനി, നിനക്കെന്നെ അറിയാൻ പാടില്ല, ഞാൻ നിന്നെ വലിച്ച് കീറി ഊരി എറിയും, നിന്നെ ഞാൻ പിഴിയുവടാ. അക്ബർ അതെല്ലാം കേട്ടിട്ട് ചിരിച്ചിട്ട് അങ്ങ് അകത്തോട്ട് കയറി പോവുകയാണ്. അനുമോൾ പറയാം, എടാ നമുക്ക് ഈ പ്രാവശ്യം ഇവനെ ജയിലിലോട്ട് പറഞ്ഞു വിട്ടാലോ? അനീഷേട്ടനെ പറ്റി ഇവനെ എന്നും കുറ്റമാണ് പറഞ്ഞത്. അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. അനീഷേട്ടൻ എല്ലാ ദിവസവും ഇവൻ അനീഷേട്ടനെ കുറ്റം പറയും. അനീഷേട്ടനെ ഞാൻ കുറ്റം പറയാറുണ്ട്. ഉടനെ അനുമോൾ ചോദിക്കുക, എന്നെ കുറ്റം വല്ലതും പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ട്. അനുമോൾ ഫേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അനുമോൾ നാടകം കളിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സാബുമോൻ പറയാം, അത് എപ്പോഴാണ് പറഞ്ഞത്? എപ്പോഴായിരുന്നു നീ പറഞ്ഞോടാ നീ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അലറാൻ തുടങ്ങി നീ പറഞ്ഞു. പിന്നെ അനുമോളോട് ഇതുകൊണ്ട് ഇവൻ എന്നോട് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഇവൻ പറയാണ് വലിയൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, അത് നമുക്ക് തകർക്കണം എന്നുള്ളൊരു വേർഡ് തന്നെയാണ് ഇവൻ പറഞ്ഞത്. ഇപ്പോൾ ഇവൻ മാറ്റി പറഞ്ഞു കള്ളന, ഇവൻ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തകർക്കുവാണ് നിവിൻ. ഇവിടെ തലയിൽ തൊടാൻ പോയപ്പോൾ അനുമോൾ പറഞ്ഞ് തല മാറ്റി. ഉടനെ പറയാം, ഇവനാണ് സത്യം, ഞാനാണ് സത്യം, ഇവൻ പറഞ്ഞു. ബിഗ് ബോസാണ് ഈ ഫ്ലോറാണ് സത്യം, ഇവൻ പറഞ്ഞു. അതിൽ ചോദിക്കുക എന്നെപ്പറ്റി വല്ലതും പറഞ്ഞു, നിന്നെപ്പറ്റി പറഞ്ഞില്ല, അനീഷേട്ടനെ പറ്റി പറഞ്ഞു, ഇവളെ പറ്റി പറഞ്ഞു. ഇവൻ പറഞ്ഞു എന്നിട്ട് ഈ വലിയ ഗ്രൂപ്പ് തകർക്കണമെന്ന് തന്നെയാണ് ഇവൻ പറഞ്ഞതെന്ന് നിവിൻ പറയുന്നത്. അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.